بسم الله الرحمن الرحيم. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 984 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 88 മുതൽ 95 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 88 മുതൽ 95 വരെയുള്ള ആയത്തുകളാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗമാണ്. അതിന്റെ ഏതാനും ആയത്തുകൾ കൂടി അവശേഷിക്കും ഇന്നത്തെ സെഷൻ കഴിഞ്ഞാൽ. ഒരു ദിവസം കൂടി ഉള്ള പഠനം സൂറത്ത് മറിയമിന്റെ ആയത്തുകൾ വിശദമാക്കുന്നതിന് ആവശ്യമായി വരും ഇൻഷാ അല്ലാഹ്. അതിനെ തുടർന്ന് സൂറത്തിന്റെ വിശദമായ ചർച്ചയും ചോദ്യങ്ങളും ഉത്തരവും ഒക്കെ ആകാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത് 88 മുതൽ 95 വരെയുള്ള ആയത്തുകളാണ്. മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് കാണുകയുണ്ടായത്. ചരിത്രപരമായ പ്രാധാന്യമുള്ള ചില വിവരണങ്ങളെ തുടർന്ന് മക്കയിലെ പ്രബോധിത സമൂഹം കേൾക്കുന്നതിനു വേണ്ടിയും അവരെ ബോധ്യമുള്ളവരാക്കുന്നതിനു വേണ്ടിയും അവരുടെ ചില നടപടികളെ അല്ലെങ്കിൽ ചില രീതികളെ വിമർശിച്ചുകൊണ്ടുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. എന്നാൽ ഈ ഭാഗത്ത് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് സ്വല്പം വ്യത്യസ്തമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. മുഖ്യമായിട്ടും ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഭാഗികമായി യഹൂദ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അത് ബാധകം തന്നെയാണ്. കാരണം ക്രൈസ്തവർ ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ പുത്രനായിട്ട് പരിഗണിച്ചിരുന്നത് പോലെ യഹൂദര് ഉസൈർ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായിട്ട് പരിഗണിച്ചിരുന്ന ഒരു കാര്യം ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. എത്ര മൂഢവും അബദ്ധജടിലവുമായ ഒരു കാര്യമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ
മതത്തിന്റെ പേരിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, ഇങ്ങനെ പറയുന്നുണ്ട് ആളുകൾ, കാരുണ്യവാനായ റബ്ബ് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് ഒരു വലതിനെ, ഒരു പുത്രനെ തനിക്കായി, തന്റെ പുത്രനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചിലർ പറയുന്നുവല്ലോ എന്നതാണ് ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥസൂചന. വഖാലു ഇത്തഖദ റഹ്മാനു വലദ. ഇത് നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുതിയൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന വിധത്തിലായിട്ട് കാണുകയും ചെയ്യും. വഖാലു, അവരിങ്ങനെ കൂടി പറയുകയുണ്ടായല്ലോ, ഇത്തഖദ റഹ്മാനു വലദ, കാരുണ്യവാനായ റബ്ബ് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അള്ളാഹുവിനൊരു പുത്രനുണ്ട് എന്നും ചിലര് പറയുന്നുവല്ലോ എന്നാണ് സൂചന. ഇവിടെയും നമ്മൾ നേരത്തെ പലയിടത്തും കണ്ടതുപോലെ അള്ളാഹു എന്നതിന് പകരമായിട്ട് വിനിയോഗിച്ചിരിക്കുന്ന വാക്ക് അർ-റഹ്മാൻ എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു എന്നതിനുള്ള പര്യായമായിട്ട്, പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കായിട്ട് അർ-റഹ്മാൻ എന്ന് ഉപയോഗിച്ചത് നമ്മൾ കാണുകയുണ്ടായി. ബാക്കി സിഫാത്തുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളായിട്ട് വരുന്ന നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റഹ്മാൻ എന്ന പ്രയോഗം, എന്ന പേര് വേറിട്ട് നിൽക്കുന്നുണ്ട്. അത് അള്ളാഹു എന്ന പേരിനോളം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോളം പ്രാധാന്യമുള്ള, അതിന് പകരമായി പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കാരുണ്യവാനായ റബ്ബ് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചിലര് ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നതാണ് ഇവിടെ വിഷയം. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അവരോട് അള്ളാഹു നൽകുന്ന പ്രതികരണം ഇതാണ്: തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും പ്രതിഷേധാർഹമായ, ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യമാണ്, ഏറ്റവും മൂഢമായ ഒരു കാര്യമാണ് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പറയുക വഴി നിങ്ങൾ ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. ലഖദ് ജിഅ്തും ശൈഅൻ, ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനത്തെയാണ്? ഇദ്ദ, അങ്ങേയറ്റത്തെ അട്രോഷ്യസ് ആയ, അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ, മൂഢമായ, വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. തകാദു സമാവാതു യതഫത്തർന, ആകാശങ്ങള് പൊട്ടിപ്പിളർന്നു പോയേക്കും, ആകാശങ്ങള് പൊട്ടിപ്പിളർന്നു പോയേക്കും. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ഇത് കാരണമായിട്ട് കാരുണ്യവാന് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതത്രയും വലിയ അബദ്ധമാണ്, ഏറ്റവും വലിയ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് എന്നതിനാൽ ആകാശങ്ങൾ തന്നെ പൊട്ടിപ്പിളർന്നു പോയേക്കും. അത്രയും ഗൗരവമുള്ള, അത്രയും വലിയ അനന്തരഫലം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ പറച്ചില്. നിസ്സാരമായിട്ട് അള്ളാഹുവിന് ഈസാ അലൈഹി ഇസ്ലാമിനോട് ഉണ്ടായിരുന്ന സ്നേഹവായ്പിനും അതുപോലെ കൃപക്കും ഒക്കെ അതിന്റെയൊക്കെ കാരണത്താൽ അള്ളാഹു ഈസാ അലൈഹി ഇസ്ലാമിനെ പുത്രനായി പരിഗണിച്ചു, അല്ലെങ്കിൽ തന്റെ മകൻ എന്നുള്ള നിലക്ക് അഭിസംബോധന ചെയ്തു എന്നൊക്കെ നിസ്സാരമാക്കി പറയുന്നവരുണ്ട് അതിന്. പക്ഷെ അങ്ങനെയല്ല. അത് ഏറ്റവും വലിയ അപകടമുണ്ടാക്കുന്ന,
ആകാശഭൂമികളെ പൊട്ടിപ്പിളരാൻ കാരണമാകുന്ന അത്രയും കടുപ്പമേറിയ ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സംവിധാനത്തില് അതിഭീകരമായ ഒരു പൊള്ളത്തരം എഴുതി ചേർക്കലാണ് അങ്ങനെ പറയുന്നവര് ചെയ്യുന്നത്. അത് ആകാശഭൂമികളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ താറുമാറാക്കാൻ കാരണമാകുന്ന ഒരു ജൽപ്പനമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഭൂമി പിളർന്നു പോകാൻ കാരണമാകുന്ന ഒരു സംഗതിയാണിത്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങള് തകർന്നു വീഴാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ആകാശങ്ങള് പൊട്ടിപ്പിളർന്നു പോകാൻ, ഭൂമി വിണ്ടുകേറി അല്ലെങ്കിൽ പിളർന്നു പോകാൻ, അതുപോലെ പർവ്വതങ്ങള് പൊട്ടിത്തകർന്ന് ഉതിർന്നു വീഴാൻ ഒക്കെ കാരണമാകുന്ന എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിപ്രപഞ്ചം തന്നെ അടിമേൽ മറിയുന്ന വിധത്തിലുള്ള അതിനുപോലും കാരണമാകുന്ന ഒരു സംഗതിയാണ് ഈ സംസാരം. അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. കാരണം അത്രയും പ്രകൃതി വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. പ്രകൃതി പ്രതികരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രകൃതി പ്രതികരിച്ചത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിനെ നേരിൽ കാണണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഒരു പർവ്വതത്തിന്റെ നേരെ ഒരു വൃക്ഷത്തിന്റെ ഭാഗത്തേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞതും അവിടെ അള്ളാഹുവിന്റെ ജലാൽ പ്രകടമാവാൻ അവസരം ഉണ്ടായപ്പോ ആ പർവ്വതവും ആ പരിസരവും ഒക്കെ തന്നെ ഉതിർന്നു വീഴുന്ന, പൊട്ടി തകർന്നു വീഴുന്ന ഒരു കാഴ്ച കണ്ട് ബോധമറ്റു വീഴുകയാണ് മൂസാ അലൈഹിസ്സലാം. അപ്പൊ അള്ളാഹുവിന്റെ ഈ സംവിധാനത്തില് അചേതന വസ്തുക്കളും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ഒക്കെ ഇത്തരം പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങള് പറയുന്നതിനോട് പ്രതികരിച്ചെന്നൊക്കെ വരും. അത് അള്ളാഹുവിന്റെ നിശ്ചയം പോലെയാണ്. അതിനു പോലും കാരണമാകുന്ന അത്രയും ഭീകരമായ ഒരു കാര്യമാണ് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആരെങ്കിലും അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ആകാശം തകർന്നു വീഴുന്നോ, അല്ലെങ്കിൽ ഭൂമി പിളർന്നു പോകുന്നോ, പർവ്വതങ്ങള് ഉതിർന്നു ചാടി പൊട്ടിപ്പൊടിഞ്ഞു പോകുമെന്നോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. പക്ഷെ അതിനോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സകല സംവിധാനങ്ങളെയും താറുമാറാക്കുന്ന, അതിനെ അപകടപ്പെടുത്തുന്നതിനോളം കാരണമാവുന്ന അത്രയും ഗൗരവമേറിയ ഒരു കാര്യമാണ് ഈ തീർത്തും പ്രകൃതി വിരുദ്ധമായ ഈ പ്രസ്താവന. അള്ളാഹു ഒരിക്കലും തന്നെ ഒരു പുത്രനെ സ്വീകരിക്കുകയില്ല എന്നതാണ് വസ്തുത. അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ അടിമകളായിട്ട് നിലകൊള്ളുന്നതാണ് ആകാശഭൂമികളിലുള്ള സകലതും. അവയിൽ ഒന്നിനെ അള്ളാഹു തന്റെ പുത്രനായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്രഷ്ടാവ് എന്നുള്ള പ്രകൃതത്തിന് തന്നെ ഒട്ടും നിരക്കാത്ത, ചേരാത്ത, ഏറ്റവും പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്. ആ കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങൾ പൊട്ടിപ്പിളർന്നു പോയെന്ന് വരും ഇത് കാരണത്താൽ. വതൻഷഖുൽ അർളു, ഭൂമി പിളർന്ന് രണ്ടടരായിട്ടങ്ങ് മാറിപ്പോയെന്ന് വരും. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങള് തകർന്ന് ഉതിർന്ന് പൊട്ടിപ്പിളർന്ന് താഴേക്ക് വീണു എന്ന് വരാം. ഹദ്ദ എന്ന് പറഞ്ഞാല് തകർന്ന് പൊടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാശോന്മുഖമായിക്കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. എന്ത് കാരണത്താലാണ്? റഹ്മാനി വലത, കാരുണ്യവാനൊരു പുത്രനുണ്ട് എന്നവര് അവകാശപ്പെട്ടത് കാരണമായിട്ട്, എന്നവർ
പറഞ്ഞത് കാരണമായിട്ട് ആകാശങ്ങള് പൊട്ടിപ്പിളരാൻ, ഭൂമി പിളർന്നു പോകാൻ, പർവ്വതങ്ങള് തകർന്നു വീഴാൻ ഒക്കെ കാരണമായെന്ന് വരാം. അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന അതാണ്. ഇവിടെ പ്രപഞ്ചവും മനുഷ്യന്റെ ജീവിതവും ദൈവികമായ നടപടികളും ഒക്കെ വലിയൊരു ഹാർമണിയിലാണ് എന്നത് വ്യക്തമായും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ സംവിധാനം അള്ളാഹുവിന്റെ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ്. മനുഷ്യൻ അതിൽ ധിക്കാരപൂർവം ഈ അബദ്ധം വിളിച്ചു പറയുന്നുവെങ്കിൽ ഈ സംവിധാനത്തെ, പ്രപഞ്ച സംവിധാനത്തിന് തന്നെ അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കേണ്ടി വരും. കാരണം ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഇബാദുകളാണ്. ആകാശം പ്രതിഷേധിക്കും, ഭൂമി പ്രതിഷേധിക്കും, പർവ്വതങ്ങൾ പ്രതിഷേധിക്കും. അവരിലൊക്കെയും തന്നെ അത്രയും ഭീകരമായ വിധത്തിലുള്ള പ്രതിഷേധം ഉളവാക്കുന്ന ഒരു പ്രകൃതി വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് അൻദഅഉ റഹ്മാനി വലദ, കാരുണ്യവാന് ഒരു പുത്രനുണ്ട് എന്ന് അവരവകാശപ്പെട്ടത്, അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, കാരുണ്യവാന് ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് ഒട്ടും ചേരുന്ന കാര്യമല്ല, അവന് യോജിച്ചതല്ല, അവന്റെ സ്രഷ്ടാവ് എന്ന പദവിക്ക് ചേരുന്നതല്ല അവനൊരു പുത്രൻ ഉണ്ടാവുക എന്നത്. വമാ യൻബഗി ലിർറഹ്മാൻ, കാരുണ്യവാന് ചേർന്നതേ അല്ല അൻ യത്തഖിദ വലദ, അവൻ ഒരു പുത്രനെ സ്വീകരിക്കുക എന്ന സംഗതി. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് സ്രഷ്ടാവാണ്, സകലതിന്റെയും സ്രഷ്ടാവാണ്. സ്രഷ്ടാവായ റബ്ബിന് ഒരു നിലക്കും അവനോട് ചേർത്ത് പറയാൻ പാടില്ലാത്തതായ ഒരു കാര്യമാണ് അവനൊരു പുത്രൻ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അവനൊരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതും ഒക്കെയും തന്നെ അവന്റെ അടുക്കൽ അവന്റെ അടിമയായിട്ട് വരേണ്ടവരാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ പുത്രനായിട്ടല്ല, പുത്രിയായിട്ടല്ല, മറിച്ച് ആകാശങ്ങളിലും ഭൂമിയിലും പ്രപഞ്ച സാകല്യത്തിലാകെയായി ഉള്ള എന്തും, അത് സചേതനമാവാം അചേതനമാവാം, അങ്ങനെയുള്ള എന്തും തന്നെയും ഇല്ല ആതി റഹ്മാനി അബ്ദ, അള്ളാഹുവിന്റെ അടുക്കൽ, കാരുണ്യവാന്റെ അടുക്കൽ അബ്ദായിട്ടാണ് വരിക. അങ്ങനെ വരുന്നവരായിട്ടല്ലാതെ യാതൊന്നുമില്ല. അള്ളാഹ് വിളിച്ചാൽ അള്ളാഹുവിന്റെ അബ്ദായിക്കൊണ്ട്, അള്ളാഹുവിന്റെ ദാസനായിക്കൊണ്ടാണ് എന്തും, ഈ പ്രപഞ്ചത്തിലുള്ള എന്തും അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരിക. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, നാം അവരെ എണ്ണിക്കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി അവരുടെ എണ്ണം എണ്ണിക്കണക്കാക്കി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഇവരിൽ ഓരോരുത്തരും തന്നെയും അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ വ്യക്തിയായിട്ടാണ്, തനിച്ചാണ് ഹാജരാവുക. അപ്പൊ ഓരോരുത്തരും തനിച്ചായിട്ട് അവർ ചെയ്ത നെറികേടുകളുടെ പേരില്, അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഭീമൻ അബദ്ധങ്ങളുടെ പേരില് ഉത്തരം ബോധിപ്പിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ തനിച്ച് ഒറ്റക്കൊറ്റക്കാണ് ഹാജരാകുക. ഈ കാര്യമാണ് അള്ളാഹു പറയുന്നത്. ഇതിന്ന് ആർക്കും വിട്ടു നിൽക്കാൻ സാധ്യമല്ല. നേതാവ് മറുപടി പറഞ്ഞോളൂ, അല്ലെങ്കിൽ സംഘത്തലവൻ അതിനുള്ള ഉത്തരം നൽകിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും മാറി നിൽക്കാൻ കഴിയുന്ന വിധത്തിലല്ല. അള്ളാഹുവിന്റെ മുന്നില് വകുല്ലുഹും ആതീഹി, അവന്റെ അടുക്കല് അവരിൽ ഓരോരുത്തരും ഹാജരാകും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. എങ്ങനെ? ഫർദ, ഇൻഡിവിജ്വൽ ആയിട്ട്. നേരത്തെ നമ്മൾ ഈ സൂറത്തിന്റെ തന്നെ കുറച്ച് മുകളിലുള്ള ഒരു ആയത്തില് അള്ളാഹുവിനോട് തഖ്വയുടെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ സത്യവിശ്വാസികൾ ഒരു വഫ്ദായിട്ട്, എന്ന് പറഞ്ഞാൽ
ഒരു ഡെലിഗേഷനായിട്ട്, ഒരു സംഘമായിട്ട്, ആദരവേറ്റു വാങ്ങുന്ന ഒരു സംഘമായിട്ട് ഹാജരാവുന്ന, ആനയിക്കപ്പെടുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി, സൂചിപ്പിക്കപ്പെട്ടത്. ഇവിടെ അള്ളാഹു പറയുന്നത്, ഈ കുറ്റവാളികൾ, അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ ഭീകരമായ അബദ്ധം പറഞ്ഞുകൊണ്ടിരുന്ന ഈ കുറ്റവാളികൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരുന്ന വിധത്തില് ഫർദായിട്ടാണ് ആനയിക്കപ്പെടുക, അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക എന്നാണ്. ലഖദ് അഹ്സാഹും, നാം അവരെ കണക്കാക്കിയിട്ടുണ്ട്. അഹ്സ എന്ന് പറഞ്ഞ വാക്ക് സൂചിപ്പിക്കുന്നത് എണ്ണിക്കണക്കാക്കിന. ഒരാൾക്കും അള്ളാഹുവിന്റെ ആ വലയത്തെ ഭേദിച്ച് പുറത്തു കടക്കാൻ കഴിയില്ല. കൃത്യമായ എണ്ണം അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ വലയത്തിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ ആ അവരെയൊക്കെ എണ്ണിക്കണക്കാക്കി തന്റെ മുന്നിൽ ഹാജരാക്കുക എന്ന കാര്യം, അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു അവരെ ഓരോരുത്തരെയും വലയം ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരെയും കൃത്യമായി അടയാളപ്പെടുത്തി എണ്ണമിട്ട് കണക്കാക്കിയിട്ട് അവരുടെ എണ്ണം കൃത്യമായി കണക്കാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അഹ്സാഹും എന്ന് പറയുന്നതും അദ്ദഹും എന്ന് പറയുന്നതും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകള് അല്ലെങ്കിൽ ഖുർആൻ മലയാളത്തിലേക്കൊക്കെ വിവർത്തനം ചെയ്ത ആളുകള് അഹ്സാഹും എന്നതിന് വലയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം കൊടുത്ത് കാണാൻ കഴിയും. അഹ്സ എന്നത് ഹസ എന്ന വാക്കിൽ നിന്നുള്ളതാണ്. ഹസ എന്ന് പറഞ്ഞ ചരൽക്കല്ലുകളാണ് എണ്ണം കണക്കാക്കാൻ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നാണ് എണ്ണം കണക്കാക്കുക എന്ന അർത്ഥത്തില് അഹ്സ എന്ന വാക്ക് വരുന്നത്. അദ്ദ എന്ന വാക്ക് നമുക്കറിയാം, ഇംഗ്ലീഷിൽ ആഡ് എന്നുള്ള വാക്കൊക്കെ വരുന്നത് ഈ പദത്തിൽ നിന്നാണ്. അപ്പോ എണ്ണം കൂട്ടി കണക്കാക്കുക, ഒന്നൊന്നിനോട് ആഡ് ചെയ്തുകൊണ്ട് കണക്കാക്കുക, രണ്ടും ഒരേ ആശയമാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരാളും തന്നെ അള്ളാഹുവിന്റെ കണക്കിലും പിടുത്തത്തിലും പെടാതെ പോവില്ല. അന്നൊരാളും രക്ഷപ്പെട്ടു പോവില്ല. അള്ളാഹുവിന്റെ പിടുത്തവും കണക്കും ഒക്കെ കൃത്യമായിട്ടുണ്ടാകും. അതിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെട്ട് ആരും പൊയ്ക്കളയുകയില്ല. ഫർദ, അന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവരിൽ ഓരോരുത്തരും തന്നെ ഓരോ വ്യക്തി എന്നുള്ള നിലക്കാണ് അവന്റെ മുന്നിൽ ഹാജരാവുക. അപ്പോ കാരുണ്യവാൻ ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന, ആകാശങ്ങൾ തകർന്നു വീഴാൻ കാരണമാകുന്ന, ഭൂമി പിളർന്നു പോകാൻ കാരണമാകുന്ന, പർവ്വതങ്ങൾ ഉതിർന്നു വീഴാൻ കാരണമാകുന്ന ഭീകരമായ അബദ്ധം വിളിച്ചു പറയുന്നവര് ഈ ഒരു കരുതൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഓരോരുത്തരും തന്നെ ഇതിന് വ്യക്തികൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കപ്പെടേണ്ട ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്നാണ് സൂചന. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ആണ് നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാള് ആഘോഷിക്കപ്പെടുന്നത്. ലോകത്ത് മിക്കവാറും പ്രദേശങ്ങളിലൊക്കെ നാളെ തന്നെയാണ്. അത് കാഴ്ചയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു തീരുമാനമാണ്. ഇന്നലെ നോമ്പ് കഴിഞ്ഞ ആളുകളുണ്ട്, ഇന്ന് പെരുന്നാള് ആഘോഷിക്കുന്നവരുണ്ട്. എന്തായാലും ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും വിശുദ്ധ റമളാന്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കുവാനും ഏറ്റവും സന്തോഷപ്രദമായ ഈദ് അനുഭവങ്ങള് ഏറ്റുവാങ്ങുവാനും ഒക്കെ അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.